പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഫിലിപ്പി 1:29 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. 2 തിമോത്തി 3:12 തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യോഹന്നാൻ 3:16 തിരുവചനം പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 2:6 അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സഹനത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്ക 10:3 യേശു പറയുന്നുണ്ട്, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യോഹന്നാൻ 16:33 തിരുവചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, ലോകത്തിൽ നമുക്ക് ഞെരുക്കങ്ങളും ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടാകും, എങ്കിലും നാം ധൈര്യമായിരിക്കണം, കാരണം യേശു ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിൽ മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. യേശു നമുക്ക് വേണ്ടി സഹിക്കുകയും നാം അനുകരിക്കുന്നതിനു വേണ്ടി നമുക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ജെറമ്യ 2:29-11 കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. യെശയ്യാ 1:25 കർത്താവ് അരുളി ചെയ്യുന്നു, ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. സഹനത്തിൻ്റെ ചൂളയിലൂടെ നമ്മെ ദൈവം കടത്തിവിടുന്നത് നമ്മിൽ ഉള്ള വിലകെട്ട അശുദ്ധിയും എല്ലാ തിന്മകളും നമ്മിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് നമ്മെ സ്വന്തമാക്കാൻ വേണ്ടി നമ്മെ വിശുദ്ധീകരിക്കുകയാണ് സഹനത്തിലൂടെ ദൈവം ചെയ്യുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. യെശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ പറയുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു, എനിക്ക് വേണ്ടി, അതെ എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ യേശുവിന് നമ്മെ സ്വന്തമാക്കാൻ വേണ്ടി, നമ്മിലുള്ള പാപമാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. റോമ 8:28 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമാണ്. എബ്രായർ 12:14 വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. മത്തായി 5:8 യേശു പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.